ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. അരി അരയ്ക്കാതെയും കുതിർക്കാതെയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ റവ ഇഡ്ലിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ആദ്യം 1 കപ്പ് റോസ്റ്റ് ചെയ്യാത്ത റവ എടുത്തു. അതിലേക്ക് 1 കപ്പ് തൈരും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അതൊരു അരമണിക്കൂർ കവർ ചെയ്ത് വെക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയിൽ 1 ടീസ്പൂൺ വീതം കടുകും ജീരകവും ഇട്ട് അതോടൊപ്പം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത 1 ക്യാരറ്റ് ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ കട്ടിയായിട്ടുണ്ടാവും, വെള്ളമൊക്കെ അബ്സോർബ് ആയിട്ടുണ്ടാവും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈനോ സോൾട്ട് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സ്ചർ കുറച്ച് തണിഞ്ഞിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒപ്പം ഒരിത്തിരി മല്ലിയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി. 2 ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാറ്റിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം മാവ് നമ്മൾ യൂഷ്വലി ഇഡ്ഡലിക്ക് ഒഴിക്കുന്ന പോലെ ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഓരോ സ്റ്റീമറിനും സമയവ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയാത്തത്. 8 തൊട്ട് ഒരു 12 മിനിറ്റിനകം റെഡിയാവേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റവ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് അല്പം തണിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ യൂഷ്വൽ ഇഡ്ലിയോടൊപ്പം കഴിക്കുന്ന പോലെ ചട്നിയോ സാമ്പാറോ എന്ത് വേണിച്ചാൽ യൂസ് ചെയ്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.